പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയാലും ഫേസ്ബുക്കിൻ്റെ ആയാലും യൂട്യൂബിൻ്റെ ആയാലും പുതിയ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് പല മാറ്റങ്ങൾ വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡൊക്കെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ പിക്ചർ കാണാം. അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് 3 ലൈൻ കാണാം. ആ 3 ലൈനിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയായിട്ട് അക്കൗണ്ട് സെൻറ്റർ എന്ന് കാണാനായിട്ട് സാധിക്കും. അക്കൗണ്ട് സെൻറ്റർ, ഈ അക്കൗണ്ട് സെൻറ്ററിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഈ താഴെയായിട്ട് കാണുന്ന മറ്റൊന്നിലും നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അക്കൗണ്ട് സെൻറ്ററിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ താഴെയായിട്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാനായിട്ട് സാധിക്കും. പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇനി ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിൻ്റെ ബാക്കിയുള്ളതൊന്നും നമുക്കിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മുകളിലായിട്ട് ചേഞ്ച് പാസ്വേഡ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കതിലിപ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ താഴെയായിട്ട് നിങ്ങൾക്ക് സേവ്ഡ് ലോഗിൻ എന്ന് കാണാൻ സാധിക്കും. സേവ്ഡ് ലോഗിൻ. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ചെറിയ കാര്യം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഈ താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ കാണാം, ഫേസ്ബുക്കിൻ്റെ കാണാം. നമുക്ക് ഇൻസ്റ്റാഗ്രാം ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുകളിലായിട്ട് നിങ്ങൾക്ക് സേവ് ലോഗിൻ എന്നുള്ള ഇത് ഓൺ ആണെന്ന് നിങ്ങൾ നോക്കുക. ഇത് ഓൺ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ മൊബൈലിൽ ഓൺ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്തിടുക. ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അബദ്ധത്തിൽ ലോഗൗട്ടൊക്കെ ചെയ്തു പോയാലും നമ്മുടെ മൊബൈലിൽ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഇത് സേവ് ചെയ്തിടാനായിട്ട് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് റിട്ടേൺ വന്നതിന് ശേഷം ഈ താഴെയായിട്ട് നിങ്ങൾക്ക് സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന് കാണാൻ സാധിക്കും. താഴെയായിട്ട് സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മുകളിലായിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ രണ്ടിൻ്റെയും കാണുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെയായിട്ട് ഇമെയിൽ അഡ്രസ്സും നമുക്ക് ഫോൺ നമ്പറും ഇത് രണ്ടും നമുക്ക് കൊടുക്കാം. ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിൻ്റെയൊക്കെ പ്രയോജനം ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാനാണെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. പക്ഷേ അത് ഞാൻ മറച്ചു ചെയ്തത് കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. പക്ഷേ മൊബൈൽ നമ്പർ രണ്ടും കൊടുത്താൽ അത്രയും നല്ലതാണ്. ഞാൻ ഇത് കണക്ക് രണ്ടും കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ ഇത് കണക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. അപ്പം നിങ്ങളും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇത് കണക്ക് തന്നെ കൊടുക്കുക. അതിനുശേഷം മുകളിലായിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കും. ആ പാസ്വേഡ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കറണ്ട് പാസ്വേഡ് പിന്നെ അതുകൊണ്ട് തന്നെ ന്യൂ പാസ്വേഡും ഇത് 2 പ്രാവശ്യം നമ്മൾ പുതിയ പാസ്വേഡ് അടിക്കണം. അതിന് വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കറണ്ട് പാസ്വേഡ് നമ്മുടെ പഴയ പാസ്വേഡ് അതായത് ഇപ്പോൾ ഓൾറെഡി ഉള്ള പാസ്വേഡ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ഈ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പാസ്വേഡ് ന്യൂ പാസ്വേഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് 2 പ്രാവശ്യം അടിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ ഇങ്ങനെ അറിയാവുന്നവർ, അതായത് ഇതേ രീതിയിൽ കറണ്ട് പാസ്വേഡ് അറിയാവുന്നവർ മിക്ക ആളുകൾക്കും 1-2% ആളുകൾക്ക് മാത്രമാണ് ഈ കറണ്ട് പാസ്വേഡ് അറിയാവുന്നത്. അതായത് നമുക്ക് ഈ കറണ്ട് പാസ്വേഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അതിനും വേറൊരു വഴിയുണ്ട്. ഇതിപ്പം നമുക്ക് കറണ്ട് പാസ്വേഡ് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ന്യൂ പാസ്വേഡ് എല്ലാം അടിച്ചിട്ട് മുകളിൽ സേവ് ചെയ്താൽ മതി. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓക്കെ കിട്ടും. അതല്ല നമുക്കിത് അറിയാത്തത് കാരണം നമ്മളപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അതിനൊരു വഴിയുണ്ട്. അതാണ് ഇനിയും പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിനി തിരിച്ച് റിട്ടേൺ വീണ്ടും നമുക്ക് പഴയ സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഈ അക്കൗണ്ട് സെൻറ്ററിന് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മുതലേ ഇനി ഇവിടെ അക്കൗണ്ട് സെൻറ്റർ ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് താഴെയായിട്ട് ഇവിടെയായിട്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മുകളിലായിട്ട് ചേഞ്ച് പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ചേഞ്ച് പാസ്വേഡ്. അപ്പോൾ നമുക്ക് ഇതിൽ ടച്ച് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ 2 ഓപ്ഷൻ വരുന്നുണ്ട്, ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ്.
ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് കറണ്ട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ കറണ്ട് പാസ്വേഡ് ചോദിച്ചാലും നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള പ്രതിവിധി ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ഈ താഴെയായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഫോർഗട്ടൺ യുവർ പാസ്വേഡ്. അതിവിടെ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ള കാരണം നമുക്കത് കുഴപ്പമില്ല. നമുക്ക് ഇതിലൂടെ നമുക്ക് സാധിക്കും. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണമെന്ന്. ആ ഇമെയിൽ ഐ ഡി അവിടെ കൊടുക്കാൻ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. നമുക്കപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഫോർഗട്ടൺ യുവർ പാസ്വേഡ് എന്നുള്ളതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ പോകും. അപ്പോൾ ആ മെയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഫോൺ നമ്പർ കൊടുത്തിട്ടുള്ളവർ ഫോൺ നമ്പർ കൊടുത്താലും കുഴപ്പമില്ല. ഫോൺ നമ്പറിലൂടെ ഇത് സാധിക്കും. പക്ഷേ എന്നാലും കുറച്ചുകൂടി ഈസി നമുക്ക് ഇമെയിൽ ഐ ഡി ആണ്. പാസ്വേഡ് നമ്മൾ മറന്നു പോയാലും ഓപ്ഷൻ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു മെസ്സേജ് പോകും. അപ്പോൾ അവിടുന്ന് നമുക്ക് പാസ്വേഡ് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് നമുക്ക് ഓപ്ഷൻ ഇതിനു വേണ്ടിയുള്ള ഓപ്ഷൻ നമുക്ക് വീണ്ടും ലഭിക്കും എന്താണെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് കറണ്ട് പാസ്വേഡ് അറിയത്തില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് താഴെയുള്ള ഈ ഫോർഗട്ട് യുവർ പാസ്വേഡ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യാം. നമ്മുടെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മുകളിലായിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ ഇത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിവിടെ റീസെറ്റ് പാസ്വേഡ് എന്നും പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ താഴെ ഇവിടെയായിട്ട് ഇവിടെ നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഇവിടെ എന്താണെന്ന്. ഇവിടെ നമുക്ക് ന്യൂ പാസ്വേഡ് 2 പ്രാവശ്യം ന്യൂ പാസ്വേഡ് അടിക്കുന്ന ഇതാണ് കൊടുത്തേക്കുന്നത്. 2 പ്രാവശ്യം അടിച്ചാൽ മതി. അതായത് നമ്മുടെ കറണ്ട് പാസ്വേഡ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കറണ്ട് പാസ്വേഡ് അറിഞ്ഞില്ലെങ്കിലും ഇവിടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതിൽ നമുക്ക് മെസ്സേജ് ഇമെയിൽ ഐ ഡി ത്രൂ നമുക്കിങ്ങനെ വന്നത് കാരണം നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ പുതിയ പാസ്വേഡ് 2 പ്രാവശ്യം അടിച്ച് നമുക്കങ്ങനെ നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനപ്പം 2 പ്രാവശ്യം നമ്മൾ പുതിയ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷം അത് നമ്മൾ ഓർമ്മയിരിക്കുന്ന പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം വേണം റീസെറ്റ് പാസ്വേഡ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാനായിട്ട്. പാസ്വേഡ് അടിച്ചു കൊടുത്ത് റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ പേജ് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. അതായത് നമ്മൾ പുതിയ പാസ്വേഡ് അടിച്ച ആ പാസ്വേഡ് നമുക്കിനി അതായിരിക്കും നമ്മുടെ ഇനി പുതിയ പാസ്വേഡ്. അതപ്പം മറക്കാതിരിക്കാനുള്ള പാസ്വേഡാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ പാസ്വേഡൊക്കെ നമ്മൾ മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ പുതിയ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് പുതിയ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് ഇതേ രീതിയിൽ തന്നെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിട. നന്ദി, നമസ്കാരം.